എൻ്റെ ക്ലയൻസ് എന്നോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ബെസ്റ്റ് ആയിട്ട് ടാക്സ് പ്ലാനിങ് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഒരു ടാക്സ് പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കൺട്രിയിലായിക്കോട്ടെ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോർ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കൺട്രിയിലാണോ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് ആ കൺട്രിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് ലോസിനെ കുറിച്ചിട്ടായിട്ട് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ എക്സംഷൻസ് ആണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ടാക്സ് ഡിഡക്ഷൻസ് ആണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ടാക്സ് ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ബിസിനസ്സിലൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും റിവ്യൂ ചെയ്തിരിക്കണം നിങ്ങളെ ടാക്സ് കംപ്ലയൻസസ്, നിങ്ങൾ ഡെഡ് ലൈനിൻ്റെ മുന്നേ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട്. നിങ്ങൾ GCCയിലാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഡെഡ് ലൈനിൻ്റെ മുന്നേ, ഡ്യൂ ഡേറ്റിന് മുന്നേ നിങ്ങൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കംപ്ലയൻസസ് നിങ്ങളെല്ലാം ഡെഡ് ലൈൻസിന് മുന്നേ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള ഫൈൻസ്, പെനൽറ്റീസ്, ഇൻട്രസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു ടാക്സ് അവിടെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ടാക്സ് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റായിട്ടും നിങ്ങൾ എൻഷുർ ചെയ്യുക. താങ്ക് യു.